അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ജനിച്ചത് മുതൽ ഇന്നേ വരെ കേട്ടും അറിഞ്ഞും അനുഭവിച്ചും മനസ്സിലാക്കിയ വിവരങ്ങളുടെ ശേഖരങ്ങളിൽ വെച്ചുകൊണ്ടാണ് ലോകത്തെ നമ്മൾ വിലയിരുത്തുന്നതും മനുഷ്യരെ വിലയിരുത്തുന്നതും സംഭവങ്ങളെ വിലയിരുത്തുന്നതും വസ്തുതകളെ വിലയിരുത്തുന്നതും. ഞാനിത് പറയാൻ കാരണം, നമ്മൾ ഒരു വിവരം കിട്ടുമ്പോൾ അതിൻ്റെ പൂർണ്ണ സത്യാംശം മനസ്സിലാക്കാതെ അഭിപ്രായം പറയുകയോ മറ്റോ ചെയ്യാൻ പാടില്ല. അത് വലിയ അപകടമാണ്. മനഃശാസ്ത്രപരമായിട്ട് തന്നെ ഒരു മനുഷ്യൻ്റെ വിവരങ്ങൾ പിഴച്ചതായി പോകാൻ, തെറ്റായി പോകാൻ 3 കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് ജനറലൈസേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു പൊതുവൽക്കരണത്തിലൂടെ ഉണ്ടാക്കിയ അഭിപ്രായങ്ങൾ. അത് സത്യാംശമല്ലായിരിക്കാം. ഉദാഹരണം പറയാം. ഏതെങ്കിലും ഒരു നാട്ടുകാരൻ ഒരു 3 മാസത്തിൽ ഓരോ പ്രാവശ്യവുമായിട്ട് മോഷണം നടത്തിയതായ വാർത്ത നമ്മൾ പത്രത്തിൽ വായിച്ചാൽ ഒരു പൊതുവൽക്കരണമായി നമ്മുടെ മനസ്സിലേക്ക് ഒരു ആശയം കയറി പറ്റും. ആ നാട്ടുകാർ മൊത്തം മോഷണക്കാരാണ്. അല്ലെങ്കിൽ ഒരു സമൂഹം, ആ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തികൾ എന്തെങ്കിലും വേണ്ടായ്മകൾ ചെയ്തു കഴിഞ്ഞാൽ ആ സമൂഹത്തെ തന്നെ നമ്മൾ എന്താക്കും? വേണ്ടാത്തത് ചെയ്യുന്നവരാണെന്ന തെറ്റായ ധാരണ പൊതുവൽക്കരണത്തിലൂടെ നമ്മൾ തലച്ചോറിൽ കയറ്റും. അത് വളരെ അപകടമാണ്. ആരാണോ തെറ്റ് ചെയ്തത് അത് ആ വ്യക്തിയുടെ തെറ്റാണ്, ആ സാഹചര്യത്തിൻ്റെ തെറ്റാണ് എന്നതല്ലാതെ മറ്റുള്ളവരെ പൊതുവായി ആ തെറ്റിൻ്റെ ഭാണ്ഡം ചുമക്കാൻ ഒരിക്കലും നമ്മൾ എന്താക്കരുത്, അഭിപ്രായം ഉണ്ടാക്കരുത്. അത് തെറ്റാണ്. ഇങ്ങനെ വരാം. ഇത് ഞാനൊരു വിഷയം പറഞ്ഞിട്ടുള്ളൂ. ബാക്കി വിഷയങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, എത്രത്തോളം ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടാകുമെന്ന്. രണ്ടാമത്തെ വിഷയമാണ് ഡിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുതയുടെ പൂർണ്ണമായ വിവരത്തിൽ നിന്ന് പലതും വിട്ടുകളഞ്ഞുകൊണ്ടുള്ള മനസ്സിലാക്കൽ. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കുരുടൻ ആനയെ കണ്ടതുപോലെ എന്നുള്ളൊരു പഴമൊഴിയുണ്ട്. കുരുടൻ പോയി ആനയുടെ ചെവി തൊട്ടപ്പോൾ ആന മുറം പോലെയാണ് എന്നയാൾ മനസ്സിലാക്കി. അങ്ങനെ ഓരോ അവയവം തൊട്ടപ്പോഴും ഓരോരുത്തർക്കും ഓരോന്നായിട്ടായിരുന്നു അനുഭവപ്പെട്ടത്. അതാണ് ആന എന്നവർ മനസ്സിലാക്കി. ഇതുപോലെ പല വിഷയങ്ങളുടെയും ചില ഭാഗങ്ങൾ മാത്രം അറിഞ്ഞും കേട്ടും നമ്മൾ ആ വിഷയത്തെ മൊത്തമായി നമ്മൾ എന്താക്കുന്നു? തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ഇപ്പോൾ ഒരു അനുഭവമുണ്ട്. ഒരു സ്കൂളിലെ ടീച്ചറെക്കുറിച്ച് ഒരു രക്ഷിതാവ് അഭിപ്രായം പറഞ്ഞു. ആ സ്കൂളിലെ ടീച്ചർമാരൊക്കെ മോശമാണ്. അപ്പോൾ എന്താ കാരണം? എൻ്റെ കുട്ടിക്ക് മാർക്ക് കുറവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എൻ്റെ കുട്ടിക്ക് മാർക്ക് കുറവാകുന്നത് കുട്ടിയുടെ പഠന വൈകല്യമോ പഠന പിന്നോക്കാവസ്ഥയോ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവുമല്ലോ. അത് കാരണം ആ സ്കൂളിലെ എല്ലാ ടീച്ചർമാരെയും കൊള്ളരുതാത്തവരായി വ്യാഖ്യാനിക്കുന്നു. തെറ്റായ ഇത്തരം ധാരണകൾ നമ്മുടെ തലച്ചോറിൽ കയറിയാൽ അതുമൂലം നമുക്കുണ്ടാകുന്ന അഭിപ്രായങ്ങളും തെറ്റും, നിരീക്ഷണങ്ങളും തെറ്റും, വാക്കുകളും തെറ്റും, നമ്മുടെ മനോനിലയും തെറ്റും. വലിയ അപകടമാണ്. മൂന്നാമത്തേതാണ് വളച്ചൊടിക്കൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സംഭവത്തെ ക്രോസാക്കിയിട്ട് അവതരിപ്പിക്കുക, വളച്ച് അവതരിപ്പിക്കുക, ദുർവ്യാഖ്യാനം ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെ വരുമ്പോഴും ആ വസ്തുതകളെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരും. അങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരാളിൽ നിന്നാണ് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമ്മുടെ വിവരം തെറ്റായി പോകും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ശേഖരിക്കുന്ന വാർത്തകൾ തെറ്റിപ്പോകാൻ ഒരുപാട് ചാൻസുകളുണ്ട്. ഇതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇജ്തനിബു കസീറം മിനൽ-ളന്നി, ധാരണകളിൽ നിന്ന് മിക്കതും നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ. കാരണം മനുഷ്യൻ്റെ മനസ്സുകൾ നെയ്തെടുക്കുന്ന ഒരുപാട് വിഷയങ്ങൾ സത്യവുമായി പലപ്പോഴും ബന്ധമുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ, 100% നിനക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന തെളിവുകളോടുകൂടി ആയിരിക്കണം ഒരു വിഷയത്തെക്കുറിച്ച് നീ വിശ്വസിക്കേണ്ടതും പറയേണ്ടതും എന്ന വിശുദ്ധ ഖുർആൻ്റെ എന്തുമാത്രം ഗൗരവമുള്ള ഒരു പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ വിശ്വാസങ്ങളും നമ്മൾ ശേഖരിക്കുന്ന അറിവുകളും കൃത്യമായ സോഴ്സുകളിൽ നിന്ന്, വിശ്വാസയോഗ്യമായ സ്രോതസ്സുകളിൽ നിന്നല്ലെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ സ്വഭാവത്തെയും ശീലത്തെയും ചിന്താഗതിയെയും ഒക്കെ സാരമായി ബാധിക്കുകയും എന്ന് മാത്രമല്ല പലപ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ പോലും നമ്മൾ തെറ്റുകാരായി നിൽക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സത്യം മാത്രം വിശ്വസിക്കുക. അത് തന്നെ ഒരാളുടെ വാക്കിൽ നിന്നോ
എവിടെയെങ്കിലും നിന്നും വായിച്ചതിൽ നിന്നോ മാത്രമാകാതിരിക്കുക. സൂക്ഷ്മതയോടുകൂടെ നമ്മുടെ തലച്ചോറിനെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.